ഞാനിപ്പോ അയച്ചു തന്നേക്കുന്ന ആ ഫോട്ടോസ് നോക്കിയിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ. ഇതിന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മീൻസ് ഇതിലുണ്ട് ആക്ച്വലി ഫസ്റ്റ് ഫ്ലോറിന്റെ അളവും കാര്യങ്ങളും. ഇതാണ് ഫൈനൽ. ഇതിന്റെ PDF ഞാൻ ഈ പ്ലാൻ വരച്ച ആളോട് ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. ഇവിടെ വിൻഡോസിന് അങ്ങനെ എന്തെങ്കിലും എങ്ങനെയാണ്? ഇവിടെ സിംഗിൾ ആയിട്ട് 2 വിൻഡോ കൊടുക്കാനായിട്ടാണോ? അതെ അതെ അതെ, ഓക്കെ. അതല്ലേ ഇപ്പൊ എല്ലാരും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് ബെഡ് വരുമ്പോ അതാണ് നല്ലത്. ഓക്കെ. അപ്പൊ ബെഡ് നമുക്ക് മതിലിനോട് ചേർത്ത് ഇടുകയും ചെയ്യാലോ. അവിടുത്തെ ആ ബാൽക്കണിയുടെ ബാക്കിലെ ആ അവിടെ ഒരു സജഷൻ കൂടെ ഉണ്ട്. ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യാം. ഇത് ആക്ച്വലി ഏരിയ ഇല്ല കേട്ടോ, ഇത്ര ഏരിയ ഇല്ല. കാരണം എനിക്ക് തന്നതിൽ 360 ആയിരുന്നു. ആക്ച്വലി അത് 300 ആണെന്ന് എനിക്ക് ഇപ്പോഴത്തെ പ്ലാനിലാണ് മനസ്സിലായത്. ഓക്കെ ഓക്കെ, അതുപോലെ ചെയ്താൽ മതി കേട്ടോ. ആ പ്ലാന് അത് താഴത്തെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോണേ. എനിക്ക് അതിന്റെ ഡയമെൻഷൻസ് ഒന്നും കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ. ഇവിടെ നമുക്കപ്പോ ജസ്റ്റ് ഒരു 3 സീറ്റർ സോഫ അങ്ങനെ മതിയോ? മതി മതി മതി. അവിടെ ഒന്നും വേണ്ട. ഒന്നും വേണ്ട, ഫർണിച്ചേഴ്സ് അല്ല, വേണ്ട. അവിടെ ഒരു അവിടെ ഞാനിപ്പോ ലാസ്റ്റ് അയച്ചേക്കുന്ന ഒരു ഫോട്ടോ നോക്കാവോ? മനസ്സിലായി. ആ വാള് എനിക്ക് അതൊരു ഫുൾ ഓപ്പണിംഗ് പോലെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ. അത് ഗ്ലാസ് വിൻഡോ പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ? അതെ അതെ അതെ, അത് വിൻഡോ കം. വിൻഡോ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതായത് ഫുള്ള് ഗ്ലാസ് വിൻഡോ, അതിങ്ങനെ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന സ്ലൈഡിംഗ് വിൻഡോ ആണോ? രീതിയിലുള്ള. സ്ലൈഡിംഗ് അതെ വിൻഡോ. അതെ, വിൻഡോ കം ഡോർ പോലെ വരുന്ന ഒരു ഓപ്ഷൻ. അപ്പൊ നമുക്ക് കൊടുക്കുമ്പോ സ്ലൈഡിംഗ് വിൻഡോ ആയിട്ട് കൊടുത്താൽ മതിയോ ഗ്ലാസിന്റെ? മതി മതി മതി. ഡോർ വേറെ ഉണ്ടല്ലോ അല്ലേ? ഇല്ല, ഡോറ് ഫുൾ. ഓക്കെ, മനസ്സിലായി. ഓക്കെ. പിന്നെ വേറെ സജഷൻസ് ഈ ഇവിടുത്തെ ബെഡ്റൂമിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അവിടുത്തെ ബെഡ്റൂമിൽ ഒന്നും പറയാനില്ല. അവിടുത്തെ വാർഡ്രോബ് പിന്നൊരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ പെയിന്റിംഗ് എല്ലാം നമ്മൾ ഇതിൽ വരുമോ? നിങ്ങളുടെ ഇതിൽ വരുമോ? പെയിന്റിങ് നമുക്ക് കളേഴ്സ് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അതാ ഞാൻ ചോദിച്ചത്, കളറിന് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് പറയാനുണ്ടോ, സജഷൻസ് ഉണ്ടോ എന്ന്. ഇത് ഈ സ്റ്റെയറിന്റെ ഏറ്റവും ടോപ്പില്ലേ? സീലിങ്ങോ? സീലിംഗ്. അവിടെ ഒരു സിമെന്റ് സ്ട്രക്ചർ, അല്ല സിമെന്റ് ടെക്സ്ചർ. യാ. സിമെന്റ് ഫിനിഷിൽ വരുന്നു, മനസ്സിലായി. അതെ, ഈ റൂമിന്റെ ടോപ്പും സിമെന്റ് ഫിനിഷിൽ കൊടുത്താൽ എന്തായിരിക്കും? അതായത് പ്ലാസ്റ്റർ ചെയ്യാതെ, ഇപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ട പ്ലാസ്റ്റർ ചെയ്യാതെ ഡയറക്റ്റ് ആ സിമെന്റ് സ്ട്രക്ചർ കൊടുത്തിട്ട് മറ്റേ ഈ കോബിലൈറ്റ് മാത്രം കൊടുക്കുന്ന രീതി. ഇപ്പോൾ അല്ലാണ്ട് നമുക്ക് സിമെന്റ് ഫിനിഷിൽ ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്തിട്ടും അത് കഴിഞ്ഞ് നമുക്ക് അല്ലാണ്ട് ഇപ്പോൾ ഒരു മെറ്റീരിയൽ ഇറങ്ങുന്നുണ്ടല്ലോ, നമുക്ക് പല പല വാൾ പെയിന്റ് കൊടുക്കാൻ പറ്റുന്ന നമുക്ക് ടെക്സ്ചർ തന്നെ ത്രൂ മാനുവലി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ അതാകുമ്പോൾ കംപ്ലീറ്റ് പ്ലാസ്റ്ററിങ്ങും എല്ലാം വരികയും ചെയ്യും, അല്ലാണ്ടുള്ള പ്രൊട്ടക്ഷനും നമുക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ എക്സ്ട്രാ കോസ്റ്റ് ആണ് വരിക. ഓക്കെ. ഈ റൂമിന്റെ ടോപ്പ് അതുപോലെ ഒരു സിമെന്റ് ടെക്സ്ചർ കൊടുത്തോളൂ. മുകളിലത്തെ താഴത്തെ അങ്ങനെ തന്നെയാണ്? അല്ല, മുകളിൽ മാത്രം. മുകളിൽ മാത്രം അല്ലേ? എന്തേ, ബുദ്ധിമുട്ടാണോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ചോദിച്ചതാണ്. അപ്പം ഞാൻ അത് ഇമാജിൻ ചെയ്ത് നോക്കിയതായിരുന്നു. അത് മീൻസ് താഴെയും മുകളിലും. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു വുഡനും അതുപോലെ തന്നെ ഞാൻ പറയാം, വുഡന് ഗ്രേ വൈറ്റ് ഒരു ട്രോപ്പിക്കൽ രീതിയിൽ ആണോ ഉദ്ദേശിച്ചത്? അതായത് നമുക്ക് ട്രോപ്പിക്കൽ എന്ന് പറയുന്ന ഒരു തീമുണ്ട്. അപ്പോൾ ആ ഒരു തീമിൽ നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അതിൽ കളേഴ്സ് വരുന്നത് വുഡൻ, അതുപോലെ തന്നെ ബ്രൗൺസിൻ്റെ വേറെ ടോൺസ് വരും, ഗ്രീനിൻ്റെ ടോണുകൾ വരും, നമ്മുടെ നേച്ചറിലുള്ള കളേഴ്സ് ഇല്ലേ? ഓക്കെ, അത് നിങ്ങളുടെ ഒരു ഐഡിയയിൽ ചെയ്തോളൂ. ഞാൻ ഈ ലാസ്റ്റ് അയച്ചേക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് 3D ചെയ്ത്, അതായത് എക്സ്റ്റീരിയർ 3D ചെയ്ത ആൾ എനിക്ക് ചെയ്ത് തന്നേക്കുന്നത്.
അപ്പൊ അതും നമുക്ക് ഇതിൽ മാച്ചാകണ്ടേ, അകത്തും പുറത്തും? അതിപ്പോ ആൾക്കാർ ഇപ്പൊ എക്സ്റ്റീരിയർ ചെയ്യുമ്പോഴും എക്സ്റ്റീരിയറും ഇന്ത്യയിൽ 2 സ്റ്റൈലിലും ചെയ്യുന്നത് ഉണ്ട്. ഓക്കെ, അതൊരു നിങ്ങളുടെ ഒരു ഐഡിയയില് അതെനിക്ക് ചെയ്തു തന്നാൽ മതി. ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ നമ്മൾ വേറെ ഒന്നല്ല, ഇപ്പൊ സീലിംഗിൽ ഇത് പറഞ്ഞല്ലോ, സിമെന്റ് ഫിനിഷ് പറഞ്ഞല്ലോ, അപ്പൊ അത് മാച്ച് ആവണ വിധത്തിൽ ഇപ്പൊ നമ്മള് വീട് നോക്കുമ്പോ ഇതൊരു കണ്ടംപററി സ്റ്റൈല് അങ്ങനെയല്ലേ കിടക്കുന്നേ? അതെ അതെ. അപ്പൊ അതുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ അങ്ങനെ സിമെന്റ് ഫിനിഷ് അങ്ങനത്തെ ടെക്സ്ചർ ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റൈലും വരും, പിന്നെ അതുപോലെ തന്നെ മോഡേൺ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റൈലും ഉണ്ട്. അപ്പൊ അതിലും വരുന്ന ഡിസൈൻ സ്റ്റൈലാണ്. ഓക്കെ, അത് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ ഓക്കെ. നമ്മൾ ഈ ഫസ്റ്റ് ഫ്ലോറിലും ആ കെട്ടിന്റെ കാര്യം ശ്രദ്ധിച്ചേക്കണേ, താഴത്തെ പോലെ തന്നെ. ഓക്കെ, ഞാൻ മനസ്സിലായോ? എന്തായാലും ചേഞ്ചസ് ഒക്കെ ഒന്ന് എഴുതിയിട്ട് ഞാനത് അയച്ചു തരാം. അപ്പൊ അതില് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ സാറ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അതിലേക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി വേറെ എനിക്ക് നമുക്കൊരു ഡൗട്ട് ഒന്നും വരില്ലല്ലോ? ഇല്ല, എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഇപ്പൊ പണിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ വന്നിട്ടുണ്ട്. അതായത് ബേസ്മെന്റ് എങ്ങനെ കെട്ടിയിരിക്കുന്നോ അതുപോലെ വന്നിട്ടുണ്ട്. ആ ഇപ്പൊ പറഞ്ഞത്, ആ ഇപ്പൊ പറഞ്ഞ കറക്ഷൻസ് എല്ലാം ബേസ്മെന്റ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു 99% വിശ്വാസം. ഓക്കെ പ്ലാന്റെ മെഷർമെന്റ് കാര്യങ്ങളും എല്ലാം ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് Then വേറെ എനിക്ക് ആ ഒന്നും ഇല്ലല്ലോ? സ്റ്റെയറിന്റെ ആ ഏരിയ ഒന്ന് എന്തെങ്കിലും ഒരു ഞാൻ പറഞ്ഞത് പ്രകാരം ഒന്ന് ഡിസൈൻ ആക്കിയിട്ട് അത് കൊടുത്തോളൂ. ഞാൻ നോക്കാം, അത് ഞാൻ ചെയ്യാം. ഓക്കെ. ആ 3D എലവേഷന്റെ അകത്ത് ഫ്രണ്ടില് പറഗോള വന്നിട്ടുണ്ട്. മനസ്സിലായോ? ഫ്രണ്ടിലല്ലേ? ഫ്രണ്ട് എലിവേഷനിൽ. സ്റ്റെയറിന്റെ ഫ്രണ്ട് എലവേഷനില് അപ്പൊ ഇവിടെ ആയിട്ട് സ്റ്റെയറിന്റെ അവിടെ. നമുക്ക് ഇവിടെ ആയിട്ട് ഗ്ലാസ് എന്തെങ്കിലും ഉണ്ടാവും അല്ലേ? അതെ അതെ, പറഗോളയുണ്ട്. പക്ഷെ പർഗോളയുണ്ട്. ഞാൻ അയച്ചു തന്ന സ്റ്റെയർ പ്രകാരം ചെയ്താൽ നമുക്ക് ആ താഴത്തെ പറഗോള ചെയ്യാൻ പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറ്റില്ല. ഓക്കെ. അപ്പൊ ആ താഴെ ആ, അത് നിങ്ങൾ വിട്ടേക്ക്, അത് ഞാൻ അത് പണിയുമ്പോ നോക്കി ചെയ്തോളാം. ആ ഓക്കെ. അപ്പൊ ആ സ്റ്റെയറിന്റെ ഏരിയ എനിക്കൊന്ന് താഴത്തെ വശം ഒന്ന് ആ ഓപ്പൺ ഇതാക്കി തരാം. ഓക്കെ ഓക്കെ. ഓക്കെ. ഞാൻ ഒരു ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ, ആ എലവേഷനിലെ ആ എലവേ അതായത് ഫ്രണ്ട് എലവേഷനിൽ ആ എക്സ്റ്റീരിയർ എലവേഷനിൽ ഇതിന്റെ ഹൈറ്റ് നോർമൽ ഹൈറ്റിനേക്കാളും കുറച്ച് കൂടുതലല്ലേ? നോർമൽ ഹൈറ്റിനേക്കാളും ജസ്റ്റ് ഒരു 30 സെന്റിമീറ്ററോ 40 സെന്റിമീറ്റർ ഒക്കെ കൂടുതൽ ഉണ്ടാകുള്ളൂ. വലിയ ഓക്കെ. ഡിഫറൻസ് വരില്ല. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ ടോപ്പിൽ നമ്മളെ ടെറസിന്റെ അറ്റം വന്നേക്കുന്നില്ലേ, ആ. അവിടം വരെയാണ് കവർ ചെയ്തേക്കുന്നത്. നമ്മൾ സാധാരണ അങ്ങനെ കൊടുക്കാറില്ലല്ലോ. ഓക്കെ ഓക്കെ പ്രത്യേകിച്ചൊന്നുമില്ല, വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. അതിപ്പോ അങ്ങനെ ചെയ്യും ആൾക്കാർ. ഇതിനൊക്കെ ഇപ്പൊ നമ്മള് അല്ലാണ്ടുള്ള സീലിംഗ് റൂഫ് ചെയ്യുമല്ലോ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും ഹൈറ്റിലൊക്കെ ചെയ്യും, അത് പ്രശ്നമല്ല. ഓക്കെ. ഒത്തിരി അങ്ങ് ഹൈറ്റ് ഡിഫറൻസ് വരാൻ അങ്ങനെയൊന്നും സാധ്യതയില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ പ്രശ്നമില്ല. അപ്പൊ ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെയാ. പിന്നെ ഒന്ന് ആ സ്റ്റെയറിന്റെ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ TV യൂണിറ്റ് നമ്മളിപ്പോ പ്ലാൻ ചെയ്തേക്കുന്നത് അതൊരു മിനിമൽ ലെവലിൽ മതി. ഓക്കെ ഓക്കെ. ഒരു GI പൈപ്പിൽ എന്തേലും ഉള്ള രീതിയിൽ. ഓക്കെ ഓക്കെ. താങ്ക് യു. ഓക്കെ ശരി. ഓക്കെ. താങ്ക് യു സോ മച്ച്.